ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡ് പൂർണ്ണമായി ഡിജിറ്റലാക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും വഴി ഈ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കാൻ നടപടി ആരംഭിച്ചു. ഡിജിറ്റൽ കാർഡിനായി ആദ്യം അതത് വിദ്യാഭ്യാസ സ്ഥാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. ഇതിനായി ഓരോ സ്കൂളിനും യൂസർ നെയിമും പാസ്വേഡും നൽകും. തുടർന്ന് ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി MVD ലീഡ്സ് ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ നമ്പറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മറ്റു വിവരങ്ങളും അപ്ലോഡ് ചെയ്ത് കാർഡിന് അപേക്ഷിക്കണം. വിദ്യാർത്ഥിയുടെ അപേക്ഷ ആദ്യം സ്ഥാപന മേധാവിക്കാണ് ലഭിക്കുക. സ്ഥാപന മേധാവി അംഗീകരിച്ച ശേഷം RTOയ്ക്ക് ഫോർവേഡ് ചെയ്യും. RTO തലത്തിൽ കൂടി പരിശോധിച്ച് അർഹതപ്പെട്ടതാണെന്ന് ബോധ്യമായാൽ കൺസെഷൻ കാർഡ് അനുവദിക്കും. വിദ്യാർത്ഥികൾ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്യണം. പ്രിന്റ് ഔട്ട് എടുത്തും യാത്രാവേളയിൽ ഉപയോഗിക്കാം. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ അല്ലയോ, കാലാവധി കഴിഞ്ഞോ എന്ന് അറിയാൻ കഴിയും. ഡിജിറ്റൽ കാർഡ് പ്രാബല്യത്തിൽ വരുന്നതുവരെ നിലവിലെ രീതിയിൽ പേപ്പർ കൺസെഷൻ കാർഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കാലവർഷം വ്യാഴാഴ്ചയോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാലവർഷത്തിനു മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കാലവർഷം 2 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ സാഹചര്യത്തിൽ ജൂൺ 6 വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും വെള്ളിയാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. ഈ ദിവസങ്ങളിൽ ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ ഇന്ധനവില വർധനവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം തള്ളി. പെട്രോൾ, ഡീസൽ, LPG നിരക്ക് വർധന സംസ്ഥാനത്തെ വിലക്കയറ്റം ഉണ്ടാക്കിയെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൽ KN ബാലഗോപാൽ. KN ബാലഗോപാലാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇന്ധനവില ഉയരുമ്പോഴും സെസ് കുറയ്ക്കാത്തത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ടത് നടപ്പിലാക്കണമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഏതെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നത് പരിശോധിക്കണം. LDF സർക്കാർ 2018-ലും 2022-ലും അധിക വരുമാനം വേണ്ടെന്ന് വച്ചു. ധനസ്ഥിതി ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടതിനാൽ പറഞ്ഞ കാര്യം പാലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനവിലൂടെ കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി VD സതീശൻ തള്ളി. മുൻ സർക്കാർ ഉണ്ടാക്കിയ കടം വീട്ടേണ്ടേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രതികരിച്ചു. പെട്രോൾ, ഡീസൽ, LPG വില നിരന്തരം കൂട്ടുന്നു. മെയ് മാസത്തിൽ 4 തവണ കൂട്ടി. ഇനിയും കൂട്ടുമെന്നാണ് സൂചന. സാമ്പത്തിക സാമൂഹിക ആഘാതം എന്തെന്ന് പരിശോധിച്ചു വരികയാണ്. കുറച്ചു ദിവസം കൂടി കാത്തിരുന്ന് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് 10,000 പുതിയ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന് കുറഞ്ഞ പലിശ നിരക്കിൽ ധനസഹായവും സാങ്കേതിക പിന്തുണയും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 10,000 പുതിയ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന് കുറഞ്ഞ പലിശ നിരക്കിൽ ധനസഹായവും സാങ്കേതിക പിന്തുണയും ഉറപ്പാക്കും. യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി നടപ്പാക്കും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മാതൃകയിൽ പ്രവാസി നിക്ഷേപങ്ങളെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ടൂറിസത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മാതൃകകൾ ബാങ്കുകൾക്ക് മുന്നോട്ട് വയ്ക്കാം. ഓരോ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ബാങ്കുകളും സർക്കാരും കൈകോർത്ത് പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പുതിയുഗ പദ്ധതികൾക്ക് ബാങ്കിംഗ് മേഖലയുടെ സഹകരണം ഉണ്ടാകണമെന്നും ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ സമയബന്ധിതമായി എത്തിക്കാൻ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.